നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. മനഃശക്തിയുള്ളവരുടെ ലക്ഷണങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. മനഃശക്തി ഉള്ളവരുടെ ലക്ഷണങ്ങൾ. നമ്മൾ ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനഃശക്തി ഉള്ളവരും മനഃശക്തി ഇല്ലാത്തവരുമായിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ മനഃശക്തി ഉള്ളവർ ആകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. അത് എല്ലാവർക്കും ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എന്താണ് മനഃശക്തി ഉള്ളവരുടെ ലക്ഷണങ്ങൾ? ഒന്നാമത്, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അവർ സ്റ്റെപ്പിംഗ് സ്റ്റോണാക്കി അല്ലെങ്കിൽ ചവിട്ടുപടികളാക്കി അവർ മാറ്റും. ജീവിതത്തിൽ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് വരാറുണ്ട്, തടസ്സങ്ങൾ വരാറുണ്ട്, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാകാറുണ്ട്. തടസ്സങ്ങളായിട്ടാണ് പലപ്പോഴും മനുഷ്യർ കാണുക. എന്നാൽ മനഃശക്തിയുള്ളവരാണെങ്കിൽ തങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളെ അവർ ചവിട്ടുപടികളാക്കി അടുത്ത നിലയിലേക്ക് കയറുവാനുള്ള ചവിട്ടുപടികളാക്കി മാറ്റും. രണ്ടാമത്തെ കാര്യം, അവർ ജീവിതത്തിൽ ഒരുപാട് ഏകാന്ത സമയം സൂക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവരോട് ചേർന്ന് ഇടപഴകുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തനിക്കായിട്ടുള്ള സമയങ്ങൾ അവർ വേർതിരിക്കുവാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഈ ഏകാന്ത സമയങ്ങൾ, തനിച്ചിരിക്കുന്ന സമയങ്ങളിൽ അവർ ചെയ്യുന്നത് ചിന്തിക്കലാണ്. തങ്ങളുടെ പദ്ധതികളെ, തങ്ങളുടെ പ്ലാനുകളെ ഒരുമുഖപ്പെടുത്തുകയും തങ്ങളുടെ ചിന്തകളെ ഒരുമുഖപ്പെടുത്തുകയും ഫോക്കസ് ചെയ്യുകയും എങ്ങനെയാണ് അടുത്ത കാര്യം ചെയ്യേണ്ടത്, എന്തായിരിക്കണം എൻ്റെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള കാര്യം അവർ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കും നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം, ജീവിതത്തിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളുടെ അല്ലെങ്കിൽ കുഴപ്പങ്ങളുടെ പഴികൾ അടുത്ത ആളിൻ്റെ തലയിലേക്ക് ചാരി രക്ഷപ്പെടുവാൻ ശ്രമിക്കാറില്ല. പകരം എന്ത് സംഭവിച്ചാലും താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ തന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിപൂർണ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കും. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, എന്തും സഹിക്കുവാൻ അവർ തയ്യാറാണ്. അവർക്കറിയാം എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ നടക്കാറില്ല. എല്ലാ കാര്യങ്ങളും ചെയ്താലും അതിൻ്റെ പ്രതിഫലം ഉടനെ തന്നെ ലഭിക്കണമെന്നില്ല. അതിനുവേണ്ടി കാത്തിരിക്കണം എന്ന് അവർക്ക് അറിയാം. ഒരു ചെടി നട്ടാൽ ഉടനെ തന്നെ അതിൻ്റെ ഫലം ഉണ്ടാവുകയില്ല. കുറച്ച് വർഷങ്ങൾ അതിനെ പരിചരിച്ചുകൊണ്ട് മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജീവിതത്തിലും അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫലം വളരെ വേഗം കിട്ടുകയില്ല എന്ന് അവർക്കറിയാം. മനഃശക്തിയുള്ളവർ അതിനുവേണ്ടി ക്ഷമയോടെ, ഗ്രിറ്റ് എന്ന് നമ്മൾ ആംഗലേയത്തിൽ ആ വാക്ക് ഉപയോഗിക്കും, മനഃശക്തിയുള്ളവർ ദീർഘക്ഷമയോടുകൂടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് കാണാം. അടുത്ത കാര്യമെന്ന് പറയുന്നത്, ആരോഗ്യകരമല്ലാത്ത ചിന്തകൾ, വിശ്വാസങ്ങൾ അവർ സൂക്ഷിക്കാറില്ല. ഒരുപക്ഷെ നമ്മൾ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്ന വിശ്വാസങ്ങളും ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ചിന്തകളും ആശയങ്ങളും സൂക്ഷിക്കാറുണ്ട്. ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ അവർ ആർജിച്ചെടുത്ത ചില വിശ്വാസങ്ങളായിരിക്കാം. അതിങ്ങനെ ചെയ്യുന്നത് തങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിരിക്കും, ഇങ്ങനെ ചെയ്യുന്നത് പ്രതികൂലമായിരിക്കും എന്നൊക്കെയുള്ള അടിസ്ഥാനരഹിതമായ ചില ചിന്തകൾ. എന്നാൽ ഇവർ അങ്ങനെയല്ല. വളരെ പ്രായോഗികമായിട്ട് ശരിയായ ചിന്തകളായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അടുത്ത കാര്യമെന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിൽ അവർ മനഃശക്തിയെ വളരെ പ്രൊഡക്റ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കും. അവർക്ക് ശക്തിയുണ്ട്, മനഃശക്തിയുണ്ട് എന്നവർക്കറിയാം. അവർ ആ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്താനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ സ്വാർത്ഥ താല്പര്യത്തിനോ അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കോ ഉപയോഗിക്കാറില്ല. പകരം അവരതിനെ പ്രൊഡക്റ്റീവായിട്ട്, ഏറ്റവും ക്രിയാത്മകമായി തൻ്റെ ജീവിതത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനും പ്രയോജനകരമായ വിധത്തിൽ അതിനെ മാറ്റാറുണ്ട്. അടുത്ത കാര്യമെന്ന് പറയുന്നത്, വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. പലപ്പോഴും ഓപ്റ്റിമിസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയായി നടന്നുകൊള്ളും എന്നുള്ള ചിന്തയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ ഇവരങ്ങനെയല്ല. ഇവരുടെ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലാണ്. അതായത് അവർക്കറിയാം, ഞാൻ ഇന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇത്രയും മനോഹരമായി നടക്കും. അവർ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും നടക്കും അല്ലെങ്കിൽ എല്ലാം ശരിയായി നടക്കും എന്ന് ചുമ്മാ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായി വെറുതെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. മനഃശക്തിയുള്ളവർ അതിനുവേണ്ടി തയ്യാറായി അതിനുവേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് ഈ മനഃശക്തിയുള്ള ആളുകൾ. ഏറ്റവും അവസാനത്തെ ചിന്ത എന്ന് പറയുന്നത്, ഇവർ ഒരിക്കലും ജീവിത മൂല്യങ്ങളെ വിട്ടുകളയാറില്ല. അവർക്ക് അവരുടേതായ ചില മൂല്യങ്ങളുണ്ട്. നമ്മൾ പറയുമല്ലോ ഫിലോസഫി എന്ന്. അവരുടേതായ വ്യക്തിഗതമായ ഫിലോസഫികൾ, തത്വശാസ്ത്രങ്ങളെന്ന് പറയാറുണ്ട്. അവരുടെ ജീവിതത്തിലുള്ള ജീവിത മൂല്യങ്ങളെ എന്ത് തന്നെ വന്നാലും, എത്രയൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടാലും, എത്രയൊക്കെ പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം അവരുടെ മേലുണ്ടെങ്കിലും, ആരൊക്കെ അവരെ ഉപദ്രവിച്ചാലും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവർക്ക് പ്രതികൂലമായി മാറിയാലും ഒരിക്കലും മനഃശക്തിയുള്ളവർ തങ്ങളുടെ ജീവിത മൂല്യങ്ങളെ വിട്ടുകളയുകയില്ല. കാരണം അവർക്കറിയാം, അവരായി മാറ്റുന്നത്, അവരായി നിലനിർത്തുന്നത് അവരുടെ മനഃശക്തിയാണ്, അവരുടെ മൂല്യങ്ങളാണ്. ഈ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.